ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസമായിരുന്നു. ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. അതുപോലെ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. പിന്നെ കല്യാണത്തിന് പോകാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കുടി അങ്ങ് പാസ്സാക്കിയിട്ടുണ്ട്. എന്നിട്ട് ബെഡൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. തട്ടിക്കുടഞ്ഞൊന്നുമില്ല, അത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കമ്പിളിയൊക്കെ ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം മടക്കിയൊക്കെ വെച്ചു. ഇപ്പോൾ ഒരു 6:45 ആയിട്ടുണ്ട് സമയം. എന്നിട്ട് ഞാൻ നേരെ പോയി ജനലൊക്കെ തുറന്നിടാനുള്ള പരിപാടിയിലായിരുന്നു. കുറച്ച് ശുദ്ധവായുവൊക്കെ അകത്ത് കയറട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ ചെന്ന് ഈ ജനൽ തുറന്നു കഴിയുമ്പോൾ നല്ലൊരു തണുത്ത കാറ്റിങ്ങനെ ഉള്ളിലേക്ക് വരുമല്ലോ. എനിക്ക് അത് നല്ല ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് സമയം ഒന്ന് പുറത്തേക്കൊക്കെ നോക്കി നിന്നിട്ട് നേരെ അടുക്കളയിലോട്ട് ഇട്ടു. അപ്പോൾ അവിടെയും പോയി ജനലൊക്കെ തുറന്നു വിട്ടപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. ചേട്ടൻ ഉദിച്ച് എൻ്റെ മുഖത്ത് തന്നെ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റാത്ത രീതിയിൽ പ്രകാശം പരത്തി അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പാല് തിളപ്പിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തലേ ദിവസത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അത് തിളപ്പിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു കേട്ടോ. ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉച്ചത്തേക്ക് അത് തികയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ബക്കറ്റിൽ അരിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബക്കറ്റിലാണ് ഞാൻ കുറേശ്ശെ അരി മാറ്റി വെക്കുന്നത് കേട്ടോ. ഈ വലിയ ബക്കറ്റിൽ നിന്ന് അതിലോട്ട് എടുത്ത് മാറ്റി വെക്കും. അത് നമ്മുടെ ആ സിങ്കിൻ്റെ താഴെയാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ അരിയൊക്കെ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ചായ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ട ചായയൊക്കെ ഒഴിച്ചെടുത്തു. ഇന്ന് പെട്ടെന്ന് ജോലി തീർക്കേണ്ട ഒരു ദിവസമാണ് കേട്ടോ. ഒരു മിനിറ്റ് പോലും ഇരുന്നോന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് വേണം പറയാൻ. അങ്ങനെ അവർക്കുള്ള ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാനും അടുക്കളയിൽ നിന്ന് തന്നെ ചായ കുടിച്ചു. രാവിലെ തന്നെ തുണി കൂടെ അലക്കാനിടാന്ന് വിചാരിച്ചിട്ട് തുണിയും കൊണ്ടുപോയി അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുക്കറിൽ പരിപ്പ് കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ അരിയും തിളപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ഞാൻ കുക്കറിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. ഇത് ഞാൻ ഉച്ചത്തേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് തോരൻ വെക്കുന്നത് ചീരത്തോരൻ തന്നെയാണ്. പക്ഷേ ഇന്നൊരു വെറൈറ്റിക്ക് പച്ച ചീരയാണ് കേട്ടോ വെക്കുന്നത്. എന്നും ഞാനിവിടെ ചുവപ്പ് ചീര വെക്കുന്നതല്ലേ കാണുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളൊരു വെറൈറ്റിക്ക് പച്ച ചീര വെക്കുന്നത് കണ്ടോളൂ. ചീര ഞാൻ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ തേങ്ങയൊക്കെ ചിരകി നമ്മുടെ ചീരയ്ക്ക് വേണ്ട കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചീരക്കൂട്ടൻ റെഡിയാക്കി എടുത്തതിന് ശേഷം പരിപ്പ് കറിക്കുള്ള തേങ്ങ അരപ്പും അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പച്ചമുളകിന് പകരം ഞാനിന്ന് മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തത്. അതാണ് അങ്ങനെ ചുവപ്പ് കളറിലിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പുട്ടും റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറി ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കടുകൂടെ വറുത്ത് അതിനെ മാറ്റി വെച്ചു. എന്നിട്ട് രാവിലെ മുതലുള്ള പാത്രങ്ങളെല്ലാം ഒന്നിച്ച് ഒരു സമയത്താണ് കേട്ടോ കഴിക്കുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, ഇന്ന് പാത്രങ്ങൾ വളരെ കുറവായിരുന്നു. എപ്പോഴും കഴുകുന്ന അപേക്ഷിച്ച് ഇന്ന് കഴുകേണ്ടി വന്നില്ല. കല്യാണത്തിന് പോകണം കേട്ടോ രാവിലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രാവിലെ വെപ്രാളപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ സദ്യ കഴിക്കും, എന്നാലും നമുക്ക് ഫുഡ് വയ്ക്കണമല്ലോ. പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ വേഗം റെഡിയാകാൻ വേണ്ടി പോയി കേട്ടോ. റെഡിയാകുന്നതിന് മുന്നേ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ടാണ് വന്ന് റെഡിയാവുന്നത്. എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജാണ്. അപ്പോൾ ആദ്യം ഒന്ന് ഫേസൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ സാരിയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഈ സാരിയാണ് കൊടുത്തത്. ഇത് മോൻ്റെ നൂലേട്ടന് എടുത്ത സാരിയാണ് കേട്ടോ. അന്ന് ഉടുത്തതിന് ശേഷം പിന്നെ ഇന്നാണ് ഉടുക്കുന്നത്. അങ്ങനെ നമ്മൾ റെഡിയായി ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മോൻ ഇച്ചിരി ഒന്ന് ഉറക്കം വന്നങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫോണൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ച ആളിങ്ങനെ ചീറപ്പാക്കുമായിരുന്നു. ഞാൻ ഫ്രണ്ടിലായിട്ടാണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എറിയാൻ വേണ്ടിയിട്ട് പൂവൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കൂടി സദ്യയൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ വന്ന് ഞാൻ പെട്ടെന്ന് തന്നെ മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി വന്ന് നിന്ന് കേട്ടോ. ഇപ്പോൾ നല്ല നട്ടുച്ച സമയമാണ് കേട്ടോ. അപ്പോൾ തുണിയൊക്കെ രാവിലെ ഞാൻ വിരിച്ചിട്ടിട്ടാണ് പോയത്. അപ്പോൾ അതെല്ലാം ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു. ഇനിയും നമ്മൾ ഇട്ടിരുന്നാൽ ഇതെല്ലാം നരച്ചു പോകും. അത്രയ്ക്ക് വെയിലാണ്, മേളിലാണല്ലോ ഇട്ടേക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ മേളിൽ കയറി ഡ്രസ്സെല്ലാം എടുത്ത് താഴെ കൊണ്ടുവന്നു. രാവിലെ തിരക്ക് പിടിച്ച് പോയതിൻ്റെ കാര്യമായിട്ടുള്ള ഒതുക്കലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. കിച്ചൺ എല്ലാം ഫുഡൊക്കെ വെച്ചതിന് ശേഷം സ്ലാബ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടായിരുന്നു കേട്ടോ ഞാൻ പോയത്. ബെഡും രാവിലെ തട്ടിക്കുടഞ്ഞൊന്നും വിരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് എല്ലാം മടക്കി റൂം ഒതുക്കി വെച്ചു കേട്ടോ. അതുപോലെ സോഫയിലൊക്കെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞതിന് ശേഷം വീടൊന്ന് അടിച്ച് വാരിയിടണം. അങ്ങനെ ഞാൻ അടിച്ചു വരാൻ തുടങ്ങി കേട്ടോ. ഇപ്പം നല്ല വെയിലുമാണ്, അതുപോലെ കാറ്റും ഉണ്ട്. അപ്പോൾ മുറ്റത്ത് മണ്ണായതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടിൽ എപ്പോഴും പൊടി ഉണ്ടായിരിക്കും. സിറ്റ് ഔട്ടിൽ മാത്രമല്ല ഉള്ളിലേക്കും പൊടി കയറാറുണ്ട്. എന്നാലും സിറ്റ് ഔട്ടിൽ നല്ല പൊടിയുള്ളതുകൊണ്ട് തന്നെ 2 നേരമൊക്കെ ഇപ്പം അടിച്ച് ഇടേണ്ട കാര്യമുണ്ട് കേട്ടോ. അങ്ങനെ സിറ്റ് ഔട്ടും ഹാളും റൂംസും എല്ലാം ഞാൻ അടിച്ചുകൂടി. എപ്പോഴും ബാക്ക് സൈഡിലാണ് കേട്ടോ അടിച്ചു വാരി കൊണ്ടിറക്കുന്നത്. ഫ്രണ്ടിൽ ആ കട്ടള അങ്ങനെ വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അപ്പുറത്തേക്ക് നമുക്ക് അടിച്ചു വരാൻ പാടായതുകൊണ്ട് ഞാൻ ബാക്ക് സൈഡിലാണ് എപ്പോഴും അടിച്ചിറക്കാറ്. പിന്നെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൽ രാവിലെ ഫുഡ് കഴിച്ചതിൻ്റെ കുറച്ച് ഇതൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം നല്ലോണം തുടച്ചൊക്കെ ഇട്ടു.
പിന്നെ നമ്മുടെ ആ ചെറിയ ടീപ്പോയുടെ ഗ്ലാസ്സിലും കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം തുടച്ചപ്പോഴേക്കും അത്ര ഒരു ക്ലീൻ ആയതുപോലെ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഗ്ലാസ്സിനെ എടുത്തിട്ട് അടിവശം കൂടെ നല്ലോണം തുടച്ചെടുത്തു. എന്നിട്ട് തിരിച്ച് വെച്ച് തുടച്ചെടുത്തപ്പോഴേക്കും നല്ലോണം ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്ലാസ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ബാത്റൂം കൂടെ ഒന്ന് കഴുകി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ബാത്റൂം കഴുകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും അത് മാറ്റി വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ബാത്റൂം കൂടെ കഴുകി. ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് വൈകുന്നേരം മോനെ ഒരുക്കി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി കുളിക്കണം. കുളിക്കാൻ വേണ്ടി ഉള്ള പരിപാടിയായിരുന്നു. ബാത്റൂം എല്ലാം കഴുകി ഇറക്കിയതിന് ശേഷം കുളിച്ചു. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മോനെ കുളിപ്പിച്ചിട്ടുണ്ട്. മോനെ കുളിപ്പിച്ച് ഞാൻ ഉറക്കി. രാവിലെ ആളങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആൾക്കിങ്ങനെ ഉറക്കമൊന്നും ശരിയായില്ല കേട്ടോ. പിന്നെ വന്നിട്ട് ഇവിടെ പിന്നെ കളിയായി, ഉറക്കമൊക്കെ മാറി കളിയായിരുന്നു. ഇപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കൊന്ന് ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉറക്കിയില്ലെങ്കിൽ വൈകുന്നേരം ഘോഷയാത്ര സമയത്ത് പിണങ്ങും. അതുകൊണ്ട് ഞാൻ അങ്ങ് ഉറക്കി കിടത്തി. വീട് അത്യാവശ്യം ഒതുക്കേണ്ട രീതിക്കൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി രാത്രി വന്നിട്ട് നമുക്ക് കിച്ചൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പോയിട്ട് എപ്പോഴാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എത്ര മണിയാവും എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഒന്ന് ഒതുക്കി. മോനെ ആദ്യമായിട്ട് വിടുന്നതാണ് കേട്ടോ ഈ വർഷം. കൃഷ്ണനായിട്ട് ഒരുക്കി ആദ്യമായിട്ടാണ് വിടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ, ഇനി വീണ്ടും ജനലൊക്കെ ഒന്ന് അടയ്ക്കണം. പിന്നെ ഡോറൊക്കെ എല്ലായിടം ഒന്ന് ക്ലോസൊക്കെ ചെയ്തിട്ട് നമുക്ക് റെഡിയാവും. മോൻ ഉറങ്ങുന്ന സമയത്ത് റെഡി ആയാൽ എനിക്ക് പെട്ടെന്ന് റെഡിയാവാം. എന്നിട്ട് മോൻ ഉറങ്ങി എഴുന്നേറ്റ ശേഷം വീട്ടിൽ പോകണം. എൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഒരുക്കി മോനെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം. ഞാൻ എന്നിട്ട് വേഗം തന്നെ ഒരുങ്ങി കേട്ടോ. അപ്പോൾ ഞാനിന്ന് സെറ്റ് മുണ്ടാണ് കൊടുത്തത്. ഇത് എൻ്റെ അച്ചമ്മയുടെ സെറ്റ് മുണ്ടാണ് കേട്ടോ. അച്ചമ്മ ഇപ്പം ഇല്ല, പക്ഷെ അച്ചമ്മയുടെ സെറ്റ് മുണ്ടും കളക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ. പിന്നെ വേറെ സെറ്റ് മുണ്ടൊക്കെ ഉണ്ട്, ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, ഉടുക്കാറില്ല, അതൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ ഒതുക്കിയാണ് കേട്ടോ കിട്ടിയത്. കാരണം നടക്കാനുള്ളതാണ് മോനെ കൊണ്ട്. അപ്പോൾ മുടിയൊന്നും അഴിച്ചിട്ടിട്ടുള്ള ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് മുടിയൊക്കെ നല്ലോണം കെട്ടി വെച്ച് കഴിഞ്ഞ് മോൻ എഴുന്നേറ്റപ്പോഴേക്കും മോനെയും കൊണ്ട് വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ വീടിനടുത്തുള്ള ഒരു ചേച്ചി ഇങ്ങനെ എല്ലാ കുട്ടികളെ ഒരുക്കുന്നുണ്ടായിരുന്നു. അവനെയും അവിടെ കൊണ്ടുപോയി. ഞാൻ ഒരുക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ആ വാങ്ങി വെച്ചിരുന്ന കളർ പൊട്ട് ഇന്നായപ്പോഴേക്കും കാണാനില്ല. ഇന്നലെ വരെ അത് ഇവിടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവിടെ കൊണ്ടുപോയതാണ്. ആ സാധനം കിട്ടിയിരുന്നെങ്കിൽ മോൻ ഉറങ്ങിക്കിടന്ന സമയത്ത് ഞാൻ നന്നായിട്ട് ഒരുക്കിയൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം കയ്യിൽ നിന്ന് പോയതുകൊണ്ട് എന്തായാലും ഒരുക്കുന്നിടത്ത് പോയി ഒരുക്കാമെന്ന് വിചാരിച്ച് അവിടെ പോയി ഒരുക്കി ഡ്രസ്സൊക്കെ ഇട്ട് കൃഷ്ണൻ ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ ഈ കിരീടമൊക്കെ വെച്ച് നിൽപ്പുണ്ട് കേട്ടോ. പക്ഷെ പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴേക്കും ആളതൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തേക്കാണെങ്കിലും എല്ലാം ഇട്ടൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആൾക്ക്. അത് ഇട്ട് കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്തൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകാനുള്ള സമയമായി. അപ്പോൾ ഞാനെന്താ മൊത്തം സെറ്റായിട്ട് നിൽപ്പുണ്ട്. 6 മണിക്ക് എത്താനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ഓരോ ഏരിയയിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മുടെ ശരിക്കുള്ള ജംഗ്ഷനിൽ വരും. അവിടെ നിന്നാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാറുള്ളത്. അപ്പോൾ അത് വണ്ടിയിൽ ഒരു കണ്ണിൽ നിന്ന് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് ദൂരെ നിന്നേ വരുന്നുണ്ടായിരുന്നു. 5 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ ഒരുപാട് നേരത്തെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ തുടങ്ങിയപ്പോഴേക്കും ഒരു 7-7:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ക്ഷേത്രത്തിൽ നിന്നും കുട്ടികൾ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ കൃഷ്ണൻ ഇവിടെ ഒരാൾ നിപ്പുണ്ട്. കുഞ്ഞ് വാവകൾ തൊട്ട് വലിയ കൃഷ്ണന്മാർ വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ജംഗ്ഷനിൽ വെച്ച് തന്നെ പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടു. എല്ലാ സ്ഥലത്തു നിന്നും കുട്ടികൾ വന്നതിന് ശേഷമേ നമ്മൾ ഈ ഘോഷയാത്ര തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു. തുടങ്ങുന്ന സമയമായപ്പോഴേക്കും കുഞ്ഞു മക്കളൊക്കെ കരച്ചിലും കുറേ പേരൊക്കെ ഉറക്കവും അങ്ങനെ ആകെ ഒരു കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. മൊത്തം എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നടന്നു തുടങ്ങിയപ്പോഴേക്കും അതിൻ്റെ തിക്കും തിരക്കാൻ കാരണം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പീസസ് ആയിട്ട് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു കേട്ടോ. നന്നായിരുന്നു, നല്ല പ്രോഗ്രാമായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. ഒരു 7-7:15 ആയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കുഞ്ഞുങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലാണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് കൃഷ്ണന്മാരും രാധന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു വാവകൾ മുതലേ വലിയ കുഞ്ഞുങ്ങൾ വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ പാട്ടും പിന്നെ കുറേ പെൺകുട്ടികളിങ്ങനെ രാധയും കൃഷ്ണൻ അങ്ങനെ വേഷമൊക്കെ കിട്ടി ഡാൻസൊക്കെ കളിക്കില്ലേ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോൻ നന്നായിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദൂരമൊക്കെ ഓടുന്നുണ്ടായിരുന്നു, നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സമയത്തെപ്പോഴേക്കും അവൻ അങ്ങ് നമ്മുടെ കയ്യിൽ കയറി. എന്നാലും പിണക്കമൊന്നും ഇല്ലാണ്ട് പാട്ടൊക്കെ പാടി ലൈറ്റൊക്കെ കണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് നല്ല സന്തോഷമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമുക്കും നല്ല സന്തോഷമായി. അപ്പോൾ ഒരു 9:45 കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമയം. എനിക്കിനി ഇവിടെ ഈ കിച്ചൺ കൂടെ ഒന്ന് ക്ലീൻ ആക്കണം. ബാക്കി നമ്മൾ വീടൊക്കെ നേരത്തെ ക്ലീൻ ചെയ്തിട്ടിട്ട് പോയതുകൊണ്ട്
വൈകുന്നേരം ക്ലീൻ ആക്കിയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മോൻ ഉറങ്ങി കേട്ടോ. അവന് ഇത്തിരി ഇരുന്ന് കണ്ടും പാടിയും ഒക്കെ ക്ഷീണമായപ്പോഴത്തേക്ക് ആൾ കിടന്നുറങ്ങി. അപ്പോൾ മോൻ എൻ്റെ സൗണ്ട് ഇട്ട് എണീക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പുറകിൽ ഡോറ് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്, റെസ്റ്റൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഓട്ടത്തോട് ഓട്ടമായിട്ടുള്ള ദിവസമായിരുന്നു. പക്ഷേ ഓർത്തിട്ട് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. മോനെ ഇങ്ങനെ ഒരുക്കി വിടാൻ പറ്റിയതും ആദ്യമായിട്ട് കൃഷ്ണൻ്റെ വേഷം കെട്ടി നിന്നതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മാലയും ഡ്രസ്സും ഒക്കെ ഇട്ട് നിന്നപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരുപാട് നല്ല നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അങ്ങനെ നല്ല രസമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ വേഗം കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം നടന്നതും എല്ലാം കൂടെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് കിച്ചണും കൂടെ ക്ലീൻ ആക്കിയിട്ട് കിടക്കാമെന്ന് വിചാരിക്കുന്നത്. നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഞാനൊന്ന് ഫുഡൊക്കെ കഴിച്ച് കിച്ചണൊക്കെ ക്ലീൻ ആക്കട്ടെ. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രങ്ങളെല്ലാം ക്ലീൻ ആക്കിയൊക്കെ വെച്ചിട്ട് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞ ആ പാത്രവും എല്ലാം നല്ലോണം കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റൗവും ഒന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ. അപ്പോൾ അതും അടിവശമൊക്കെ തുടച്ചു. ഇല്ലെങ്കിൽ രാത്രി പല്ലിയൊക്കെ വന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് കിടന്നു കഴിഞ്ഞാൽ ഈ പല്ലി, പാറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പിന്നെ വരില്ല. അങ്ങനെ സ്റ്റൗവൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ സ്ലാബിൽ ലിക്വിഡ് കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചിട്ടു. അപ്പോൾ ഉറുമ്പും ഒന്നും വരാണ്ടിരുന്നോളും. വീട് വൈകുന്നേരം അടിച്ചു വാരി ഇട്ടപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു, തറയൊക്കെ. അതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ആ ടൈൽസിലൊക്കെ കുറച്ച് വീണൊക്കെ കിടപ്പുണ്ടായിരുന്നു. എല്ലാം അപ്പം തന്നെ അങ്ങ് തുടച്ചെടുത്തു. കുടിക്കാനുള്ള വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിനെ എടുത്ത് വെച്ച് അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിച്ചൻ്റെ സ്ലാബെല്ലാം ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ സിങ്കൊക്കെ നല്ലോണം കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണും കൂടി ക്ലീനായി കണ്ടപ്പോഴേക്കും നല്ല സമാധാനമായി. ഇനി നമുക്ക് കിടക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് പോയി കിടക്കാം. കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഹാളൊക്കെ ഒന്നുകൂടെ ഒന്ന് ക്ലീനാക്കി ഇടാനുണ്ട്. എല്ലായിടത്തും കിടക്കുന്നതിന് മുന്നേ ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒതുങ്ങി കിടക്കുന്ന വീട് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ സോഫയുടെ തലേണയും എല്ലാം ഒതുക്കി എടുത്ത് വെച്ചു. പിന്നെ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ എടുത്ത് തിരികെ വെച്ചു. ഇല്ലെങ്കിൽ രാവിലെ മോൻ്റെ കയ്യിലേക്ക് അത് താഴെ പോകാനാണ് ചാൻസ്. പിന്നെ ഞാൻ പോയി കുറച്ച് സമയം ഫാനൊക്കെ ഇട്ട് ഒന്ന് ഇരുന്ന് കേട്ടോ. കാരണം മുടി ഉണങ്ങിയിട്ടില്ല. കുളിച്ച ഉടനെ നമ്മൾ മുടി ഉണങ്ങാതെ കിടന്നു കഴിഞ്ഞാൽ നീരിറങ്ങാനുള്ള നല്ല ചാൻസ് ഉണ്ട്. എനിക്കിപ്പോൾ കുറച്ച് ദിവസം മുന്നേ പണി കിട്ടി കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് ഇരുന്ന് മുടിയൊക്കെ ഉണക്കിയിട്ടാണ് കിടന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.